പത്തനംതിട്ട റാന്നിയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് കടക്കും എന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തത് മുഖം രക്ഷിക്കാൻ വേണ്ടിയെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം. അധ്യാപികയ്ക്ക് ശമ്പള കുടിശ്ശിക നൽകാൻ വൈകിയതിന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ 3 ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത്. 14 വർഷം ശമ്പളം കിട്ടാതിരുന്ന അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്കെതിരെ കർശന മുന്നറിയിപ്പാണ് മന്ത്രി വി ശിവൻകുട്ടി നൽകിയത്. ഇനിയും ഇത്തരം സംഭവമുണ്ടായാൽ പിരിച്ചുവിടുന്ന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി. ഗൗരവമായ അന്വേഷണം നടത്തി കുറ്റം തെളിഞ്ഞാൽ ഈ ചട്ടത്തിൽ പറയുന്ന അനുസരിച്ച് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട് മാതൃക കാണിക്കേണ്ട നടപടി ഭാവിയിൽ നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക. മറ്റൊരു അധ്യാപികയെ സ്കൂളിൽ നിയമിക്കുക ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ചില ജീവനക്കാരുടെ അജണ്ടയായിരുന്നുവെന്ന മരിച്ച ഷിജു പിറ്റിയുടെ കുടുംബത്തിന്റെ ആരോപണം. മോൾ സർവീസിൽ കയറിയ കാലം മുതലേ ആ ഓഫീസിൽ നിന്നുള്ള വീഴ്ചകൾ കാരണമാണ് ഈ കേസും കാര്യങ്ങളും കോടതിയിലൊക്കെ പോകേണ്ടത്. അല്ലെ അത് നേരിട്ട് പോസ്റ്റ് ചെയ്ത് പോകേണ്ട ഒരു ജനറൽ പോസ്റ്റായിരുന്നു. മനഃപൂർവ്വം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് നടപടികൾ വൈകിപ്പിച്ചുവെന്നും ഇപ്പോൾ ബോധപൂർവം സ്കൂളിനുമേൽ കുറ്റം ചുമത്താൻ ശ്രമിക്കുകയാണെന്നും സ്കൂൾ മാനേജർ 24-നോട് പറഞ്ഞു. ഓരോ മുട്ടാത്തർക്കം പറഞ്ഞ് ഒന്ന് DO ഇല്ല, DO ഇപ്പം ചാർജ് എടുത്തേ ഉള്ളൂ, അല്ലെ PA അവധിയിലാണ് എന്ന് പറഞ്ഞ് ഓരോ മുട്ടാത്തർക്കം പറഞ്ഞ് ഞങ്ങളെ നടത്തുകയല്ലാതെ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോയില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി മുഖം രക്ഷിക്കാനാണെന്നും സ്കൂൾ മാനേജ്മെന്റ് ആരോപിച്ചു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.